എല്ലാ കൂട്ടുകാർക്കും ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ഫാക്റ്റ്, ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടമാണ് CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് CE 8-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 18-ാം നൂറ്റാണ്ട് വരെയാണ് നീണ്ടു നിന്നത്. അടുത്ത ഫാക്റ്റ്, മധ്യകാല ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് അറബികളുടെ സിന്ധാക്രമണത്തോടു കൂടിയാണ്. എന്താണ്? മധ്യകാല ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് അറബികളുടെ സിന്ധ് ആക്രമണത്തോടു കൂടിയാണ്. നെക്സ്റ്റ്, അറബികളുടെ സിന്ധാക്രമണം നടന്ന വർഷമാണ് AD 712. അറബികളുടെ സിന്ധ് ആക്രമണം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ AD 712 നെക്സ്റ്റ്, അറബികളുടെ സിന്ധാക്രമണത്തിന് നേതൃത്വം നൽകിയ അറബ് ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ ഖാസിം. അപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിം എന്ന വ്യക്തിയാണ് അറബികളുടെ സിന്ധാക്രമണത്തിന് നേതൃത്വം നൽകിയ അറബ് ഗവർണർ. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ അറബ് ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ ഖാസിം. ഇന്ത്യയെ ആക്രമിച്ച ആദ്യത്തെ അറബ് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് മുഹമ്മദ് ബിൻ ഖാസിം. നെക്സ്റ്റ്, സിന്ധ് ആക്രമണ സമയത്ത് സിന്ധിലെ ഭരണാധികാരിയായിരുന്നു ദാഹിർ. സിന്ധ് ആക്രമണ സമയത്ത് സിന്ധിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ദാഹിർ. നെക്സ്റ്റ്, അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് സിന്ധ്. എന്താണ്? അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് സിന്ധ് എന്ന് പറയുന്നത്. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ പ്രതിപാദിക്കുന്നതും ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗവുമായ പ്രദേശമാണ് സിന്ധ്. അപ്പോൾ നമ്മൾ സിന്ധ് എന്ന സ്ഥലത്തെക്കുറിച്ച് 2 ഫാക്റ്റുകൾ പഠിച്ചു. ഇപ്പോൾ തന്നെ അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് സിന്ധ്. അതുപോലെ തന്നെ നമ്മളെന്താ മറ്റൊരു ഫാക്റ്റ് നോക്കിയത്, ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയിൽ പ്രതിപാദിക്കുന്നതും ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗവുമായ പ്രദേശം കൂടിയാണ് സിന്ധ് എന്ന് പറയുന്നത്. അടുത്ത ഫാക്റ്റ്, അറബികൾ മുൾട്ടാൻ കീഴടക്കിയ വർഷമാണ് AD 713. അപ്പോൾ മുൾട്ടാൻ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അറബികൾ മുൾട്ടാൻ കീഴടക്കിയ വർഷമാണ് AD 713. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നി എന്ന് പറഞ്ഞ ഭരണാധികാരിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഒന്നാമത്തെ ഫാക്റ്റ്, മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമമാണ് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമം PSC ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസറാണ് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നത്. അടുത്തത്, അഫ്ഗാനിലെ ഗസ്നാവി രാജവംശ സ്ഥാപകനാണ് മുഹമ്മദ് ഗസ്നി. അപ്പോൾ അഫ്ഗാനിലെ ഗസ്നാവി രാജവംശ സ്ഥാപകനാണ് മുഹമ്മദ് ഗസ്നി. അതാ ചോദ്യത്തിൽ തന്നെയുണ്ട് ആൻസർ. ഈ ഗസ്നാവി എന്നുള്ളൊരു ടൈമിൽ ഗസ്നി എന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മുഹമ്മദ് ഗസ്നി ഗസ്നാവി രാജവംശസ്ഥാപകൻ. അപ്പോൾ ഗസ്നാവി എന്ന് പറയുന്നത് അഫ്ഗാനിലാണ്. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വയം അടുത്തൊരു ഫാക്റ്റ്, സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വയം സ്വീകരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. അപ്പോൾ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വയം സ്വീകരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് നമ്മുടെ മുഹമ്മദ് ഗസ്നി. അടുത്തത്, മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യ ആക്രമിച്ച വർഷമാണ് AD 1001. അപ്പോൾ AD 1001 മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആദ്യമായി ആക്രമിച്ചത്. നെക്സ്റ്റ്, AD 1001 മുഹമ്മദ് ഗസ്നി ആക്രമിച്ച ഇന്ത്യയിലെ രാജാവാണ് ജയപാലൻ. എന്താ പറഞ്ഞത്? AD 1001 മുഹമ്മദ് ഗസ്നി ആക്രമിച്ച ഇന്ത്യയിലെ രാജാവായിരുന്നു ജയപാലൻ. നെക്സ്റ്റ്, വിഗ്രഹ ഭഞ്ജകൻ അതായത് വിഗ്രഹ ധ്വംസകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. അപ്പോൾ ഈ 2 ടേമൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മുഹമ്മദ് ഗസ്നി അറിയപ്പെട്ടിരുന്ന മറ്റു 2 വിശേഷണങ്ങളാണ്. ഒന്ന് വിഗ്രഹ ഭഞ്ജകൻ, അതുപോലെ തന്നെ വിഗ്രഹ ധ്വംസകൻ എന്ന്. അപ്പോൾ ഇത് 2ഉം നമ്മുടെ മുഹമ്മദ് ഗസ്നിയെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് കേട്ടോ. അടുത്തൊരു ഫാക്റ്റ് നോക്കാം. AD 1000-നും 1027-നും ഇടയിൽ മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ AD 1000-നും 1027-നും ഇടയിൽ
മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യ ആക്രമിച്ചു. അപ്പോൾ ഈ പറഞ്ഞ വർഷത്തിൽ തന്നെയുണ്ട് എത്ര തവണ ആക്രമിച്ചു എന്നുള്ളത്. ഈ 1027 എന്ന് പറഞ്ഞില്ലേ, AD 1027, അതിൽ ആദ്യത്തെ 1 അവസാനത്തെ 7 തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 17 തവണ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളൊരു ഇത് ചെറിയ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ AD 1000-നും 1027-നും ഇടയിൽ മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യ ആക്രമിച്ചു. അടുത്തൊരു ഫാക്റ്റ്, മുഹമ്മദ് ഗസ്നിയുടെ അവസാനത്തെ ഇന്ത്യ ആക്രമണം നടന്ന വർഷമാണ് 1027. മുഹമ്മദ് ഗസ്നിയുടെ അവസാനത്തെ ഇന്ത്യ ആക്രമണം നടന്ന വർഷമാണ് 1027. അപ്പോൾ ഈ 1027 ഞാൻ നേരത്തെ പറഞ്ഞ 1ഉം 7ഉം കണക്ട് ചെയ്തിട്ട് 17 തവണ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ഫാക്റ്റ്, മുഹമ്മദ് ഗസ്നി അന്തരിച്ച വർഷമാണ് 1030. മുഹമ്മദ് ഗസ്നി അന്തരിച്ച വർഷമാണ് 1030 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ള മുഹമ്മദ് ഗസ്നിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 3 വർഷം നോക്കാം. മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യ ആക്രമിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1001-ലാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഗസ്നി അവസാനമായിട്ട് ഇന്ത്യ ആക്രമിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1027-ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഗസ്നി അന്തരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1030-ആണ്. നമുക്ക് മുഹമ്മദ് ഗസ്നിയുടെ ചില ആക്രമണങ്ങളും അത് നടന്ന സ്ഥലം അതുപോലെ തന്നെ വർഷം പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഗസ്നി വെയ്ഹിന്ദ് എന്ന സ്ഥലം ആക്രമിച്ച വർഷമാണ് AD 1008. അതുപോലെ തന്നെ കനൗജ് ആക്രമിച്ച വർഷം AD 1018. മധുര ആക്രമിച്ച വർഷമാണ് AD 1018. സോമനാഥ ക്ഷേത്രം അതുപോലെ തന്നെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച വർഷമാണ് AD 1025. അപ്പോൾ മുഹമ്മദ് ഗസ്നി പ്രധാനമായിട്ട് 4 സ്ഥലങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഒന്ന് വെയ്ഹിന്ദ്, അത് AD 1008, പിന്നെ കനൗജ് AD 1018, പിന്നെ മധുര AD 1018, സോമനാഥ ക്ഷേത്രം AD 1025. നെക്സ്റ്റ് നമുക്ക് മുഹമ്മദ് ഗസ്നിയുമായി ബന്ധപ്പെട്ട 2 വ്യക്തികളെ കൂടി പരിചയപ്പെടാം. ഒന്ന് ഫിർദൗസി. മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയാണ് ഫിർദൗസി. അപ്പോൾ ഫിർദൗസി എന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയായിരുന്നു. അതുപോലെ തന്നെ പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവിയാണ് ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഈ മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയായിട്ടുള്ള ഫിർദൗസി. നെക്സ്റ്റ്, ഷാനാമ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവാണ് ഇദ്ദേഹം. അപ്പോൾ ഫിർദൗസി രചിച്ച ഒരു പ്രശസ്തമായ കൃതിയാണ് ഷാനാമ എന്നത്. ഷാനാമ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് രാജാക്കന്മാരുടെ ഗ്രന്ഥം എന്നത്. അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുണ്ടെങ്കിൽ ബുക്ക് ഓഫ് കിങ്സ് എന്ന് പറയും. അപ്പോൾ ഷാനാമ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ ഗ്രന്ഥം അഥവാ ബുക്ക് ഓഫ് കിങ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിർദൗസിനെ കുറിച്ചിട്ടുള്ള ഫാക്റ്റിൽ. അതിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവി, അതുപോലെ തന്നെ പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നു, പിന്നെ ഷാനാമ എന്ന പ്രശസ്ത കൃതി രചിച്ചത് ഇദ്ദേഹമാണ്. ഇനി അടുത്ത് നോക്കാനുള്ളൊരു വ്യക്തിയാണ് അൽ ബറൂണി. മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലെ ചരിത്രകാരനാണ് അൽ ബറൂണി. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലെ ചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് അൽ ബറൂണി. നെക്സ്റ്റ്, അൽ ബറൂണിയുടെ പ്രശസ്തമായ കൃതികളാണ് 2 എണ്ണം, താരിഖ് അൽ ഹിന്ദും അതുപോലെ തന്നെ കിതാബ് അൽ ഹിന്ദ്. അപ്പോൾ അൽ ബറൂണിയെ കുറിച്ച് 2 ഫാക്റ്റുകൾ, മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലെ ചരിത്രകാരൻ, അതുപോലെ തന്നെ അൽ ബറൂണിയുടെ പ്രശസ്തമായ 2 കൃതികളാണ് താരിഖ് അൽ ഹിന്ദ് അതുപോലെ തന്നെ കിതാബ് അൽ ഹിന്ദ്. ഇനി നമുക്ക് പഠിക്കാനുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഗോറി. ഇന്ത്യ ആക്രമിച്ച പ്രസിദ്ധനായ 3ാമത്തെ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. എന്താണ്? ഇന്ത്യ ആക്രമിച്ച പ്രസിദ്ധനായിട്ടുള്ള 3ാമത്തെ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് ഷഹാബ് ഉദ് ദിൻ ഗോറി. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ നാമം എന്താണ്? മുഹമ്മദ് ഷഹാബ് ഉദ് ദിൻ ഗോറി. നെക്സ്റ്റ്, ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് മുഹമ്മദ് ഗോറിയുടെ ആക്രമണങ്ങളാണ്. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ ആക്രമണങ്ങളാണ്. നെക്സ്റ്റ് ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഗോറി ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശമാണ് മുൾട്ടാൻ എന്നത്. മുഹമ്മദ് ഗോറി ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശമാണ് മുൾട്ടാൻ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മുഹമ്മദ് ഗോറി മുൾട്ടാനെ പിടിച്ചെടുത്ത വർഷമാണ് AD 1175.
അപ്പോൾ അത് മുഹമ്മദ് ഗോറി മുൾട്ടാൻ എന്ന സ്ഥലം പിടിച്ചെടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ AD 1175. അടുത്തൊരു ഫാക്റ്റ്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നത് മുഹമ്മദ് ഗോറിയാണ്. അപ്പോൾ ഇക്ത സമ്പ്രദായം എന്നൊരു സംഗതി നമ്മുടെ മുഹമ്മദ് ഗോറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നതാണ് മുഹമ്മദ് ഗോറി. നെക്സ്റ്റ്, മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കനൗജിലെ രാജാവാണ് ജയചന്ദ്രൻ. എന്താണ്? മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച കനൗജിലെ രാജാവാണ് ജയചന്ദ്രൻ. അടുത്തൊരു ഫാക്റ്റ്, മുഹമ്മദ് ഗോറിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു ബക്തിയാർ ഖിൽജി. അപ്പോൾ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ സർവ്വസൈന്യാധിപനാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലകളായിരുന്ന നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ച് നശിപ്പിച്ചത് ബക്തിയാർ ഖിൽജിയാണ്. ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലകളായിരുന്ന നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ച് നശിപ്പിച്ചതാണ് ബക്തിയാർ ഖിൽജി. അടുത്തത്, മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ കവിയാണ് നിസാമി അരുസി. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു നിസാമി അരുസി. നെക്സ്റ്റ് ഫാക്റ്റ്, മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്ത തത്വചിന്തകനാണ് ഫക്രുദ്ദീൻ റാസി. അപ്പോൾ ഫക്രുദ്ദീൻ റാസി എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ പ്രശസ്തനായ തത്വചിന്തകനാണ്. അടുത്തൊരു ഫാക്റ്റ്, മുഹമ്മദ് ഗോറിയും കനൗജിലെ രാജാവായ ജയചന്ദ്രനും തമ്മിൽ നടന്ന യുദ്ധം അറിയപ്പെടുന്ന പേരാണ് ചാന്ദ്വാർ യുദ്ധം. അപ്പോൾ ചാന്ദ്വാർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മുഹമ്മദ് ഗോറിയും കനൗജിലെ രാജാവായിട്ടുള്ള ജയചന്ദ്രനും തമ്മിൽ. നെക്സ്റ്റ്, മുഹമ്മദ് ഗോറി അന്തരിച്ച വർഷമാണ് 1206. അപ്പോൾ 1206 നമ്മുടെ മുഹമ്മദ് ഗോറി അന്തരിച്ചത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. എന്താണ്? വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ നമ്മൾ 2 ഫാക്റ്റ് ആദ്യമായിട്ട് പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് പഠിച്ചത്? വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അതുപോലെ തന്നെ ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. അടുത്ത ഫാക്റ്റ്, ഇന്ത്യ ചരിത്രത്തിൽ റായ് പിത്തോറ, അതായത് കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ അറിയപ്പെടുന്ന ഒരു വിശേഷണമാണ് റായ് പിത്തോറ അല്ലെങ്കിൽ കാൽപ്പനികനായ പോരാളി എന്നത്. അടുത്ത ഫാക്റ്റ്, പൃഥ്വിരാജ് ചൗഹാൻ്റെ ഭരണകാലഘട്ടമാണ് 1175 മുതൽ 1192 വരെ. പൃഥ്വിരാജ് ചൗഹാൻ്റെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1175 മുതൽ 1192 വരെയാണ്. അടുത്ത ഫാക്റ്റ്, പൃഥ്വിരാജ് ചൗഹാൻ്റെ രാജ്ഞിയാണ് സംയുക്ത. പൃഥ്വിരാജ് ചൗഹാൻ്റെ രാജ്ഞി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് സംയുക്ത എന്ന്. അടുത്ത ഫാക്റ്റ്, പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയായിരുന്നു ചാന്ദ് ബർദായി. അപ്പോൾ ചാന്ദ് ബർദായി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയായിരുന്നു. അടുത്ത ഫാക്റ്റ്, പൃഥ്വിരാജ് റാസോ എന്ന കൃതിയുടെ രചയിതാവാണ് ചാന്ദ് ബർദായി. പൃഥ്വിരാജ് റാസോ എന്ന കൃതിയുടെ രചയിതാവാണ് ചാന്ദ് ബർദായി എന്ന വ്യക്തി. അതുപോലെ തന്നെ ഒരു ഫാക്റ്റാണ്, ഹിന്ദി കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചാന്ദ് ബർദായി. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് 3 ഫാക്റ്റ് പഠിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയാണ് ചാന്ദ് ബർദായി. അതുപോലെ തന്നെ പൃഥ്വിരാജ് റാസോ എന്ന കൃതിയുടെ രചയിതാവാണ് അദ്ദേഹം. പിന്നെ പറഞ്ഞൊരു ഫാക്റ്റ്, ഹിന്ദി കവിതകളുടെ പിതാവാണ് ചാന്ദ് ബർദായി. അടുത്ത ഫാക്റ്റ്, പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് തറൈൻ യുദ്ധങ്ങൾ. അപ്പോൾ തറൈൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്. അടുത്തൊരു ഫാക്റ്റ്, തറൈൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിലാണ്. അപ്പോൾ തറൈൻ എന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഇനി നമുക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന 2 ഫാക്റ്റുകൾ നോക്കാം. ഒന്ന്, നമ്മൾ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് പഠിച്ചു. അതായത് വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്നത്. ശ്രദ്ധിക്കുക, വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് പൃഥ്വിരാജ് ചൗഹാൻ. എന്നാൽ വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഹർഷവർദ്ധനാണ്.
മനസ്സിലായില്ലേ? അവസാനത്തെ ഹിന്ദു രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ചൗഹാനും, വടക്കേ ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഹർഷവർദ്ധനാണ്. ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാക്റ്റുകൾ. അപ്പോൾ എല്ലാവരും മനസ്സിരുത്തി കേൾക്കുക, നോട്ട് എഴുതി പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.